ഹായ് ഫ്രണ്ട്സ്, കേരള പാണിനി തമിഴ് മലയാളത്തിൽ നിന്നും വേർപെട്ട് വന്നതിന് 6 നയങ്ങൾ അവതരിപ്പിക്കുന്നു. ഒന്നാമത്തെ നയമായ അനുനാസികാതിപ്രസരത്തെപ്പറ്റി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. കേരള പാണിനിയത്തിൽ അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ നയമാണ്, അതായത് മലയാളം തമിഴിൽ നിന്ന് വേർപെട്ട് വന്നതാണ് എന്നതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ച രണ്ടാമത്തെ നയമാണ് താലവ്യാദേശം അഥവാ തവർഗോപമർദ്ദം എന്ന് പറയുന്നത്. ഇത് അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താ ന എന്ന 2 വർണ്ണങ്ങളാണ് തമിഴക്ഷരമാല പ്രകാരം തവർഗത്തിൽ വരുന്നത്. അതേപോലെ തന്നെ താലവ്യങ്ങൾ എന്ന് വെച്ചാൽ ആ, ആ, ഇ, ഈ, എ, ഐ, ച, ഞ എന്നീ അക്ഷരങ്ങളെയാണ് താലവ്യം എന്ന് പറയുന്നത്. ദന്ത്യം എന്ന് വെച്ചാൽ ദന്ത്യം എന്ന് പറയുന്നത് തായും നായുമാണ്. അപ്പോൾ ഇവിടെ താലവ്യാദേശം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ത, ന എന്ന 2 വർണ്ണങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇത്ത, ന, ന്ത എന്നിങ്ങനെയുള്ള 3 അക്ഷരങ്ങളാണ്, 3 കൂട്ടക്ഷരങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർത്തുണ്ടാവുന്ന ഇത്ത, ന, ഇന്ത ഇങ്ങനെയുള്ള കൂട്ടക്ഷരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കൂട്ടക്ഷരങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് വരുന്ന സ്വരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ, ഇ, എ, ഐ എന്ന് പറയുന്ന താലവ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാവുകയാണെങ്കിൽ ഇത് താലവ്യമാണല്ലോ. ഈ ആ, ഇ, എ, ഐ എന്നൊക്കെ പറയുന്നത് താലവ്യമാണ്. അപ്പോൾ ഇതിൻ്റെ മുൻപ് വരുന്ന, അതായത് ത, ന എന്നിവ കൂട്ടിച്ചേർത്തുണ്ടാവുന്ന ഇത്ത, ഇന്ന, ഇന്ത എന്നീ അക്ഷരങ്ങളുടെ മുൻപ് വരുന്ന സ്വരം താലവ്യമാവുകയാണെങ്കിൽ ആ, ഇ, എ, ഐ എന്നിങ്ങനെയുള്ള താലവ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നാവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ താലവ്യധർമ്മം ദന്ത്യങ്ങളിൽ കൂടി വ്യാപിച്ച് അതിനെ കൂടി താലവ്യങ്ങളാക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ദന്ത്യങ്ങളെ കൂടി താലവ്യമാക്കി മാറ്റും. ത, ന എന്ന് പറയുന്ന വർണ്ണങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇത്തയും ഇന്നയും ഇന്ദയും ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഈ കൂട്ടക്ഷരങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും സ്വരം, നമ്മൾ താലവ്യം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സ്വരം ആ, ഇ, എ, ഐ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്വരമായി മാറുകയാണെങ്കിൽ ദന്ത്യങ്ങൾ കൂടി താലവ്യമായി മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദന്ത്യത്തെ കൂടി ത, ന എന്നിങ്ങനെയുള്ള ദന്ത്യത്തെ കൂടി ഈ താലവ്യം കടന്നു വരുന്നതുകൊണ്ടാണ് താലവ്യാദേശം എന്ന് ഇതിനെ പേര് പറയുന്നത്. ശരിക്കും പൊരുത്തം നോക്കിയിട്ടാണ് ഇങ്ങനെ ആദേശം ചെയ്യുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആദേശം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, താ വരുമ്പോൾ അത് ആദേശം മൂലം ചായാകും. അതേപോലെ നായാണെങ്കിൽ അത് ഞായാവും. ഇത്തയാണെങ്കിൽ അത് ഇച്ചയാവും. ഇന്ന ആണെങ്കിൽ അത് ഇഞ്ഞ ആവും. ഇന്ത ആണെങ്കിൽ അത് ഇഞ്ച ആവും. ഇങ്ങനെയാണ് ആദേശം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ താ എന്ന് പറയുമ്പോൾ തായുടെ ആ ഗരത്തിൽ വരുന്ന ചായാണ്, ഗരത്തിൻ്റെ ആ ഭാഗമായിട്ടുള്ള കാച്ചാട്ട, തപ എന്ന് പറയുമ്പോൾ തായും ചായും ഗരമായതുകൊണ്ട് തന്നെ തായാകുമ്പോൾ അതിനെ ആദേശം ചെയ്യുന്നത് ചായായിരിക്കും. അതേപോലെയാണ് താഴേക്കുള്ള നായുടെയും ഇത്തയുടെയും ഇന്നയുടെയും ഇന്ദയുടെയും കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത്. അങ്ങനെ ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളാലാണ് ഇങ്ങനെ ആദേശം ചെയ്ത് ആ അക്ഷരത്തെ മാറ്റിയെടുക്കുന്നത്. ഉദാഹരണം, അല, അലൈന്താൻ എന്നുള്ളത് അലഞ്ചാൻ എന്നാവുന്നു. ഇങ്ങനെ താലവ്യാദേശം സംഭവിച്ച് അലൈന്താൻ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ത മാറിയ ശേഷം അലഞ്ചാൻ എന്നുള്ള ഇഞ്ച കടന്നു വരുന്നു. എന്നാൽ ഇതിന് ശേഷം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അനുനാസികാതിപ്രസരം, ഇവിടെ ഇഞ്ച എന്നുള്ളത് മാറി അനുനാസികമായിട്ടുള്ള ഞ വരുന്നത് കൊണ്ട് അലഞ്ഞാൻ എന്നാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനുനാസികാതിപ്രസരം സംഭവിച്ച് ഇഞ്ചയെ കൂടി ഇഞ്ഞ, അതായത് ഇഞ്ച എന്ന് പറയുന്ന ഖരത്തെ അനുനാസികമാക്കി മാറ്റാനുള്ള നമ്മുടെ പ്രവണത കൊണ്ട് അനുനാസികാതിപ്രസരം ഇവിടെ സംഭവിക്കുന്നു. അങ്ങനെയാണ് അലൈന്താൻ എന്നുള്ളത് പിന്നീട് അലഞ്ചാൻ എന്നാവുകയും അതിനുശേഷം അനുനാസികാതിപ്രസരത്തിലൂടെ ആ ഇഞ്ച ഇല്ലാതായി അലഞ്ഞാൻ എന്നാവുകയുമാണ് ചെയ്യുന്നത്. അതേപോലെയാണ് അറിന്താൻ എന്നുള്ളത് ഇത്തരത്തിൽ തവർഗോപമർദ്ദം സംഭവിച്ച്, അതായത് ഇന്ത എന്നുള്ളത് നേരത്തെ പറഞ്ഞ താലവ്യാദേശം മൂലം ഇഞ്ചയായ ശേഷം അറിന്താൻ എന്നുള്ളത് അറിഞ്ചാൻ എന്നാവുന്നു. അതിനുശേഷം ഇഞ്ച മാറുന്നു, അതായത് അനുനാസികാതിപ്രസരം വന്ന് ഇഞ്ച ഇല്ലാതായ ശേഷം അറിഞ്ഞാൻ എന്ന് ആയി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ
താലവ്യാദേശം സംഭവിച്ച് അതിനുശേഷം അനുനാസികാതിപ്രസരം കൂടി സംഭവിച്ച ശേഷമാണ് മലയാളത്തിലെ വാക്കുകൾ രൂപപ്പെടുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു.